തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് മേയർ ആരെന്ന ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊരു കാര്യമാണ്. അത് 40-45 കൊല്ലമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ പല അഴിമതികൾ നടന്നിരുന്നു. അതോടൊപ്പം തന്നെ താൽക്കാലിക നിയമനങ്ങൾ നടന്നിരുന്നു. അവിടെ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ട് 1000-ലധികം പേർ ജോലി ചെയ്യുകയാണ്. ഈ ജോലി ചെയ്യുന്നവർ പുതിയ കരാറുകൾ പുതുക്കി വർഷങ്ങളായി ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റുകാരാണ്. 45 കൊല്ലമായി തങ്ങൾക്ക് നഷ്ടമാകില്ലെന്ന് ചിന്തിച്ചിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ നഷ്ടമായിരിക്കുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി കഥകൾ പുറത്തു വരുന്നു. ആ അഴിമതി കഥകൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം ഇപ്പോൾ തന്നെ BJP തുടങ്ങിയിട്ടുണ്ട്. അഴിമതി കഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആര്യ രാജേന്ദ്രനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. കോവിഡ് കാലത്ത് ആറ്റുകാൽ പൊങ്കാല നടന്നില്ല, പക്ഷെ ലക്ഷങ്ങളുടെ അഴിമതി കഥ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ ദളിതരുമായി ബന്ധപ്പെട്ട ഫണ്ടുകൾ, ആ ഫണ്ടുകൾ മുഴുവൻ തട്ടിപ്പ് നടന്നു. അങ്ങനെ എല്ലാ തട്ടിപ്പും വെട്ടിപ്പും നടന്ന ഒരു നഗരസഭാ ഭരണമായിരുന്നു അവസാന ഘട്ടത്തിൽ കഴിഞ്ഞത്. അത് ഒരു സൂചന മാത്രമാണ്. ഇതുപോലെ തന്നെ 10-40 കൊല്ലമായി ഈ ഭരണത്തിൽ പല അഴിമതികൾ ഉണ്ടായി. കമ്മ്യൂണിസ്റ്റുകാരുടെ സഹാക്കളുടെ വിശ്വാസം തങ്ങൾക്ക് ഭരണം നഷ്ടമാകില്ല. കണ്ണൂര് പോലും ഇങ്ങനെ അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കണ്ണൂരിനേക്കാൾ തങ്ങളുടെ ശക്തി കേന്ദ്രമായി അവർ തിരുവനന്തപുരത്തെ കരുതുകയും ആ തിരുവനന്തപുരത്ത് ഇനിയൊരു നഷ്ടമുണ്ടാകില്ലെന്ന് കരുതി അങ്ങനെ അഴിമതി നടത്തി പോകുമ്പോഴാണ് ഇടുത്തി പോലെ BJP വളർന്നു വരികയും BJPയുടെ വിജയം ഉണ്ടാവുകയും ചെയ്തത്. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിലാണ് BJPയും അതോടൊപ്പം തന്നെ CPMും കരുതിയിരുന്നത് BJP അധികാരത്തിൽ വരുമെന്ന്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആ വിശ്വാസം, അങ്ങനെ BJPക്ക് വലിയ സാധ്യതയില്ല. അമിത ആത്മവിശ്വാസമായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ ഉണ്ടായിരുന്നത്. കാരണം ഈ വാർഡ് വിഭജനം നടന്നിട്ടുണ്ട്. ഈ വാർഡ് വിഭജനം നടന്നപ്പോൾ പലയിടങ്ങളിലും കമ്മ്യൂണിസ്റ്റിന് അനുകൂലമായി തന്നെയാണ് വാർഡ് വിഭജനം നടത്തിയത്. അതുകൊണ്ട് വലിയ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിലും തങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. 2020 അങ്ങ് നരേന്ദ്രമോദി അടക്കമുള്ളവർ വലിയ രീതിയിൽ ആഗ്രഹിച്ചതായിരുന്നു ഈ 2020 തെരഞ്ഞെടുപ്പിലെ വിജയം. പക്ഷെ അന്ന് നടന്നില്ല. അന്ന് BJPക്ക് 35 സീറ്റ് ലഭിച്ചു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 54 സീറ്റ് ലഭിക്കുകയും ഉണ്ടായി. അത് തന്നെ ഈ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കും. അന്ന് BJPക്ക് അനുകൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ അനുകൂലമായ ഒരു സാഹചര്യമല്ല. അവരുടെ കൗൺസിലർ തന്നെ തൂങ്ങി മരിക്കുന്നു. അതോടൊപ്പം തന്നെ സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ ഒരു RSS പ്രവർത്തകൻ തൂങ്ങി മരിക്കുന്നു. അങ്ങനെ വിവിധ മരണങ്ങളുണ്ടായി. അതോടൊപ്പം തന്നെ അഴിമതി ആരോപണങ്ങളുണ്ടായി. 2 കൗൺസിലർമാർക്കെതിരെ അഴിമതി ആരോപണങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ വിവിധ പ്രശ്നങ്ങളിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിൽ BJP അധികാരത്തിൽ വരുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കരുതിയില്ല. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായ ആ ദിവസം തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നു. അന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ ഈ മേയറുടെ ഓഫീസിൽ നിന്നും പല ഈ രേഖകളും മാറ്റുകയാണ്. നഗരസഭയുമായി ബന്ധപ്പെട്ട പല രേഖകളും മാറ്റി. അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അന്ന് ആ രേഖകൾ മാറ്റിയത്. അതെന്താണ് മാറ്റിയത്? അതിനെക്കുറിച്ച് കൃത്യമായ അന്വേഷണം വേണ്ടേ? എന്തായാലും വലിയ അഴിമതി കഥകൾ ഇനി BJPക്ക് കൊണ്ടുവരാൻ കഴിയും. അതിലെ ചില കഥകൾ മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. BJPയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി നിർണയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ്. നോക്കൂ, 2016 തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ BJP വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ വിജയിച്ച് വന്നപ്പോൾ രാജഗോപാലിന്റെ പ്രായാധിക്യം മൂലം അദ്ദേഹത്തിന് എല്ലായിടങ്ങളിലും ഓടിയെത്താൻ കഴിയുന്നില്ല. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല. പാർട്ടി പ്രവർത്തകർ നിഷ്ക്രിയമായിരിക്കുന്നു. വലിയ വിജയമുണ്ടായിട്ടാണ് ആദ്യം അവർക്ക് അക്കൗണ്ട് തുറന്നു. അക്കൗണ്ട് തുറന്നിട്ട് പോലും ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഉള്ള അക്കൗണ്ട് പൂട്ടിച്ചു. ജനങ്ങൾ പുതിയ അക്കൗണ്ടും കൊടുത്തില്ല. കാരണം ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ, നേമത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനോ എന്തെങ്കിലും ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനോ അവർക്ക് കഴിഞ്ഞില്ല. അല്ലാത്ത പക്ഷം
അടുത്ത തെരഞ്ഞെടുപ്പിൽ BJPക്ക് ചൂണ്ടിക്കാണിക്കാമായിരുന്നല്ലോ, നിയമത്തെ വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, അതുപോലെ നിങ്ങളുടെ മണ്ഡലത്തിലും വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ നിങ്ങൾ നമ്മളെ വിജയിപ്പിക്കൂ എന്ന് അവർക്ക് എവിടെയായാലും ഒരു തവണയെങ്കിലും പറയാൻ പോലുള്ള അവസരം ഉണ്ടായില്ല. അത്രയ്ക്ക് മോശം അവസ്ഥയായിരുന്നു. അതിന് സമാനമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ. അവർക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും വലിയ വിജയം ഉണ്ടാക്കാൻ ഇവർക്ക് കഴിയും. അല്ലാതെ നിയമമണ്ഡലത്തിൽ സംഭവിച്ചതുപോലെ തന്നെ വിജയത്തിന് ശേഷം ജനങ്ങളെ മറന്ന് പിന്നീട് രാജഗോപാൽ നിയമസഭയിലെത്തി സ്പീക്കറിന് വേണ്ടി വോട്ട് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? LDFന് വേണ്ടിയല്ലേ? അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തുകയാണെങ്കിൽ അഴിമതിയുടെ കാര്യത്തിൽ, കാരണം ജനങ്ങൾക്കറിയാം അവിടെ അഴിമതി നടന്നിട്ടുണ്ട്, അപ്പോൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരേണ്ടത് BJPയുടെ കർത്തവ്യമായി മാറുകയാണ്. അത് BJP നടപ്പിലാക്കിയില്ലെങ്കിൽ വരുന്ന 5 വർഷം കഴിയുമ്പോൾ ഉറപ്പായി തന്നെ BJPയെ തിരുവനന്തപുരത്തെ ജനങ്ങൾ തന്നെ ചവിട്ടി പുറത്താക്കും. നിങ്ങൾ കൃത്യമായി വികസനം കൊണ്ടുവരൂ. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ കൊല്ലം ജില്ല തന്നെ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും, ഓരോ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJPയുടെ സീറ്റുകൾ വർദ്ധിക്കുകയാണ്. ആദ്യം 1 സീറ്റായി, 2 സീറ്റായി, 6ആയി, 12ആയി വർദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്ത തവണ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ BJP പറഞ്ഞത് എന്താണ്? ഒരു കോർപ്പറേഷൻ പിടിക്കും, തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കും, മുനിസിപ്പാലിറ്റികൾ പിടിക്കും. പക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് സ്വാഭാവികമായി തന്നെ 3 മുനിസിപ്പാലിറ്റികൾ, 3 കോർപ്പറേഷനുകൾ അവർക്ക് അവകാശപ്പെടാം. അവർക്ക് പ്രചരണത്തിൽ ഉന്നയിക്കാം, ഞങ്ങൾ 4 കോർപ്പറേഷനുകൾ ഞങ്ങൾ ഭരിക്കുമെന്ന് BJPക്ക് ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി ആവശ്യം ഉന്നയിക്കാം. തിരുവനന്തപുരം, കൊല്ലത്ത് ഇപ്പോൾ തന്നെ 12 സീറ്റുകളുണ്ട്. അതിനെ ഒരു ഇരട്ടിയിലേക്കോ അല്പ സീറ്റുകൾ വർദ്ധിപ്പിച്ചാൽ അവർക്ക് അവിടെ അധികാരത്തിൽ വരാം. പിന്നെയുള്ളത് തൃശ്ശൂർ, മറ്റൊന്ന് കോഴിക്കോടും ഈ 7 സീറ്റിൽ നിന്നും 13ലേക്ക് വർദ്ധിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒരു ഇരട്ടിയും കൂടെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അവിടെ അധികാരത്തിൽ വരാം. ഈ ഇരട്ടിയുടെ കണക്ക് പറയുമ്പോൾ പ്രേക്ഷകർ വിചാരിക്കും ഇതെന്തോ വലിയ സംഭവമാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം തിരുവനന്തപുരം കോർപ്പറേഷനാണ്. 2010 തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായത് 6 സീറ്റാണ്. അപ്പോൾ ഈ 6 സീറ്റ് ഇരട്ടിയായിട്ടല്ല വർദ്ധിച്ചത്, 6ൽ നിന്നും 35ലേക്കാണ് തിരുവനന്തപുരത്തെ ഈ സീറ്റിന്റെ എണ്ണം. 6 12 ആയില്ല, 6 35ലേക്ക് വർദ്ധിച്ചു. ആ 35ആണ് ഇപ്പോൾ 50 ആയിരിക്കുന്നത്. അതുപോലെ തന്നെ 12 24 ആവാനും 34 ആവാനും അധികം കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് കേരളത്തിൽ തന്നെ നാം സംഭവിച്ചത് കാണുന്നുണ്ടല്ലോ. എന്തായാലും ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുകയാണെങ്കിൽ വലിയ അഴിമതി കഥകൾ തന്നെയാണ് ഇനി പുറത്തു വരാനുള്ളത്. അഴിമതിയുടെ ആ ഒരു ഡ്രൈവറിന്റെ ജോലി കളഞ്ഞു, അതെല്ലാം ആ 5 വർഷത്തെ ചെറിയ സംഭവങ്ങളാണ്. തീവെട്ടിക്കൊള്ളകൾ BJP വിചാരിച്ചാൽ പുറത്തു കൊണ്ടുവരും. വേണമെങ്കിൽ ജയിലിൽ തന്നെ ഒരു മുറിയും ഒരുക്കാം.